ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. എവിടേക്കാണ് പോകണമെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഉമ്മാനെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഉമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 മണി 4:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വെക്കേഷൻ ആയപ്പോൾ നമുക്ക് നോമ്പായിരുന്നു. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് മുതൽ തുടങ്ങിയതാണ് കേട്ടോ പോകണം എന്നുള്ള ആഗ്രഹം. ഇപ്പോഴാണ് ഒന്ന് ഒത്തു വന്നത് സമയം. എന്തായാലും സ്കൂൾ തുറക്കണതിന് മുന്നേ നമുക്ക് പറ്റി. ഇപ്പോൾ നേരെ ഒരു 7-7:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വെറും ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചതായിരുന്നു വീട്ടിൽ നിന്ന്. ഇപ്പോഴും ഞങ്ങളൊരു ഗ്ലാസ് ചായയും ബിസ്ക്കറ്റും ഒക്കെ തന്നെ കഴിക്കുന്നുള്ളൂ. ഫുഡ് കഴിക്കാനൊന്നും ടൈമായിട്ടില്ല ഞങ്ങളുടെ. ബിസ്ക്കറ്റും കാര്യങ്ങളും മിഠായിയും മറ്റതും മറിച്ചതും എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഇക്ക നേരത്തെ തന്നെ വണ്ടിയിൽ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്നും പുറത്തൊന്നും ആവശ്യപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ഭയങ്കര വിലയാണ് പറഞ്ഞിട്ട്, പോകുന്നിടത്ത് ഭയങ്കര വിലയാണ് പറഞ്ഞിട്ട് അങ്ങനെ ഇക്ക എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഞാൻ വീട്ടിൽ നിന്ന് എടുത്തു. കാരണം ഒരു നേരം നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിൽ. കാരണം അല്ലെങ്കിൽ ഈ തമിഴ്നാട് ഏരിയയിലൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ അത്ര താല്പര്യം പോരാ. അപ്പോൾ രാവിലത്തത് നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാം. പിന്നെ കഴിക്കാനൊക്കെ പുറത്ത് ഹോട്ടലിൽ കയറുക പറഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ഒരു ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് കാണാനൊന്നും സമയം കിട്ടില്ലല്ലോ, എല്ലാ സ്ഥലങ്ങളിലൊന്നും പോകാനൊരു സമയം കിട്ടില്ലല്ലോ. അത് വിചാരിച്ചിട്ട് ഹോട്ടലിലൊന്നും കയറുന്ന സമയം കൂടി ലാഭിക്കാം, പൈസയും ലാഭിക്കാം, എല്ലാം ലാഭിക്കാം. പിന്നെ മനസ്സിന് തൃപ്തിയില്ലാതെ തിന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് എടുത്തു. ഇളയ 2 കുട്ടികളിനെ സ്കൂളിൽ നിന്ന് ടൂർ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മെയിനായിട്ട് അവർക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടൂറ് പോണത്. പക്ഷേ അവർക്ക് രണ്ടാൾക്കും ഒരു ഉഷാറുമില്ല. മിസ്നാക്കാണെങ്കിൽ തലേ ദിവസം ചെറിയൊരു ലൂസ് മോഷൻ. അല്ലെങ്കിലും അവൾക്ക് ഇങ്ങനെ യാത്ര ഒട്ടും താല്പര്യമില്ല. കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ യാത്ര ഒട്ടും താല്പര്യമില്ല അവൾക്ക്. വണ്ടിയിൽ ഇരിക്കുമ്പോഴത്തിന് തലവേദന, വയറുവേദന എന്നൊക്കെ പറഞ്ഞ് ഛർദ്ദിക്കാൻ വരിക, അങ്ങനെയൊക്കെ. ഓൾറെഡി ലൂസ് മോഷൻ ഉണ്ട്. അത് പിന്നെ മാറ്റി മരുന്നൊക്കെ കൊടുത്തു. മരുന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ടൻ ചായയിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കൊടുത്ത് അതിനെ മാറ്റിയെടുത്തു. അത് ഭേദമുണ്ട്. പക്ഷേ വണ്ടിയിൽ കയറി അവൾക്ക് ഛർദ്ദിക്കണം എന്നൊക്കെ പറയും. അവൾക്ക് ക്ഷീണമാണ്, തലവേദനയാണ്, ആകെ പുകയാണ്. അവളിനെയും കൊണ്ടൊരു വഴിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ മൂത്ത മോള് സ്കൂളിൽ നിന്ന് ടൂറ് പോയി. അപ്പോൾ ഇവർ കരഞ്ഞതാ, ഞങ്ങളെ വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞതാ. അപ്പം അവരിനെ കൊണ്ടുപോകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് മെയിനായിട്ട്. പക്ഷെ അവൾക്ക് പോകാൻ പുറപ്പെട്ടപ്പോഴാണെങ്കിലോ അവർക്ക് ഒരു താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി എത്തി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ പോയ സമയത്ത് ഞാൻ കുറേ കാലത്തിനൊക്കെ ശേഷം ഞാൻ തമിഴ്നാട് അന്നാണ് കേട്ടോ കാണുന്നത്. കുറേ കാലത്തിന് ശേഷം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം. അപ്പോൾ പൊള്ളാച്ചി എത്തിയപ്പോൾ ഒക്കെ പറഞ്ഞതിൻ്റെ അടുത്ത് കോയമ്പത്തൂരൊന്നല്ല യഥാർത്ഥ തമിഴ്നാട് ഇതാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്തിട്ടോ. അപ്പം നോക്കുമ്പോഴാണെങ്കിലും ഡിഫറെൻ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോയമ്പത്തൂർ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെ വേറൊരു സ്ഥലത്തോട്ട് പോയൊരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ റോഡ് കാണുമ്പോഴാണെങ്കിലും വീടുകൾ കാണുമ്പോഴാണെങ്കിലും കടകൾ കാണുമ്പോഴാണെങ്കിലും എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇവിടെ പാലക്കാടൊക്കെ പോലെ തന്നെയാണ് എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ പൊള്ളാച്ചി പോയപ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പെട്ടെന്ന് ഫീൽ ചെയ്തു. പഠിക്കാൻ പാടില്ല, ശ്രദ്ധ അതും പഠിക്കാൻ പാടില്ല. അതിപ്പോ നമ്മളെ നാട്ടിലുണ്ടല്ലോ. ക്ഷീണൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടേ സീനും ബാക്കിട്ട് സാധനം മീന് കുറച്ച് മുന്നിൽ നിൽക്കണം കേട്ടോ. അതിന് ഒരവസരം കൊടുക്കണം. ഇതൊക്കെ തമിഴ്നാട്ടിൽ നടക്കുള്ളൂ, കേരളത്തിൽ ഒന്നും നടക്കൂല. അതല്ല ഓളെ വർത്താൻ എനിക്ക് തിരിയണ്ടേ. ഓള് വേറെ എന്താ പറയുന്ന പോലെ എനിക്ക് കുട്ടി കുതിര
ഇനിയും കുതിര ഉണ്ടാവും മുട്ടി നോക്കിക്കോട്ടോ. ഇങ്ങനെ കൊതാ 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 കുതിര 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 അത് ആദ്യം തുറന്നുകൂടെ എന്നെ പറ്റിച്ചിട്ട് ഇടങ്ങാറാക്കി. ചുന്തിരിയ ഓൾക്ക് വിഷമുണ്ട്. നിങ്ങൾ എവിടെങ്കിലും ഒക്കെ ടൗണൊന്നും ഒഴിവാട്ടെ. നമ്മളെ വണ്ടിയിൽ പക്ഷെ ഇതാ കുതിര വണ്ടി കേട്ടോ. അങ്ങനെ പൊള്ളാച്ചിയൊക്കെ എത്തിയ സമയത്ത് എന്താണ് സീനുട്ടിക്ക് തീരെ എന്തോ വയറിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് അവള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. അവള് സ്ഥലങ്ങളൊന്നും അവൾ എൻജോയ് ചെയ്യണില്ല. അതുകൊണ്ടാണ് അവൾക്ക് ആ പ്രശ്നം. അങ്ങനെ അവളുടെ മുന്നിൽ ഇരുത്തിയിട്ട് അത് നോക്ക് ഇത് നോക്ക് എന്നൊക്കെ പറയുകയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ പഴനി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. റോട്ടിൽ കൂടെയൊക്കെ ഒരുപാട് മുട്ട അടിച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു രസം. എന്താ പറയുക, മുട്ടയൊക്കെ അടിച്ച് മറ്റേ ചന്ദന തലയിൽ കൂടെ തേച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വേറെല്ലാം അടിക്കണ്ട സിനിമ. നമ്മളെങ്ങടാ പോണ സിനിമ? എന്ത് കനാല്? ഉറക്ക പറ. ആണോ? മന്റെ കുട്ടിക്ക് എന്തേന്നു അസുഖം? ക്ഷീണുണ്ടാ? നീ എന്തിനാ ചോദിച്ചു? അല്ല, അതിന് ഓൾക്ക് ഇപ്പൊ ഉള്ളത് ഛർദിക്കാൻ വരില്ലല്ലേ? മുട്ടിക്ക് ഛർദിക്കാൻ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെങ്കിലും വരാത്തത് മറന്നൂല്ലേ മന്റെ കുട്ടി? ഇനി ഓർക്കണ വരെ നമുക്കൊന്ന് പിന്നിക്ക് പോകണം. ഇപ്പൊ 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 രസമുണ്ടോ കാണാൻ സ്ഥലങ്ങള്? ബാക്കൊക്കെ പോയാ ക്ഷീണം വരൂല്ലേ? നിങ്ങളിപ്പോ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാം. ഞാനിപ്പോ ഏരിയനെ പോണ്ടെന്നുള്ളത് ആലോചിക്കാം. സാനു മുന്നിലിരിക്കാൻ ഇനി അണക്ക് എപ്പോഴാ ക്ഷീണം വരിക? കുറച്ച് കഴിഞ്ഞാ വരൂലേ? ഓ ജു ക്യാമറമാൻ അയക്ക തന്നെ. എന്നിട്ട് ഉമ്മക്ക് തരുവണ്ടിട്ടോ ചാനലിലിടാന്. ഞമ്മളെങ്ങടാ പോകണേ? കൊടൈക്കനാലിക്കല്ലേ? മിനുട്ടി അവിടെ എന്റെ വക ഈയും വീഡിയോ എടുക്കണ്ടില്ലേ? അതെന്തായാലും നന്നായുള്ളൂ. എല്ലാരും നല്ല ഹെൽപ്പാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഓളൂസേ ഒന്നിങ്ങോട്ട് മുഖം കാണിക്ക്. എന്റെ മുഖല്ല. നിങ്ങള് വീഡിയോ എടുക്കണില്ലേ മാ? ഇക്കാന്റെ ഫോൺ വരച്ച ഞങ്ങക്ക് വീഡിയോ എടുക്കാന്. ആ ഫോണൊന്ന് കൊടുക്ക. ഇമ്മയും കൂടി ഒരു വീഡിയോ എടുത്താ. അയ്യോ അണക്ക് കൊടുക്കണോ? ഞമ്മള് രണ്ടാളും അല്ലേ ഈ എടുക്കണത്. പിന്നെന്താ? കയ്യിലൊന്നും പിടിക്കണ്ട. മടി കയറി കുത്തിരുന്നിട്ട് ആരാ മിൻഹേ? പഴനിയൊക്കെ കഴിഞ്ഞ് കുറേ അങ്ങോട്ട് പോയ സമയത്ത് രണ്ട് സൈഡും പുളിമരങ്ങളാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ദൂരം അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. രണ്ട് സൈഡും പുളിമരം. എന്താണ് ഇങ്ങനെ ഈ വെള്ളയും കറുപ്പുമായിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. അതെല്ലാ മരത്തിലുണ്ട്. പക്ഷെ ഈ തടിച്ചിട്ട് കാണുന്നതൊക്കെ ഈ പുളിമരം തന്നെയാണ് കേട്ടോ. മരം ഇഷ്ടം പോലെ ഉണ്ട് തന്നെ ഉള്ളൂ. പക്ഷെ അതുമ്പോൾ കൂടെ പുളി ഒരു സുഖമില്ല. വണ്ണമില്ല, നീളമില്ല, ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് വലിയൊരു സുഖമില്ല ചില മരത്തുമ്മ. എന്നാൽ ചില മരത്തുമ്മ അടിപൊളിയാണേനും. അങ്ങനെ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ചുരത്തിലത്തെ കാഴ്ചകൾ. കാരണം ഭയങ്കര നീളമാണ്. ഹെയർ പിമ്പിൻ്റെ എന്താ പറയുക കുറവായിരുന്നു. പക്ഷേ 14 എണ്ണം എന്തോ ഉള്ളൂ. പക്ഷേ നീളമായിരുന്നു കേട്ടോ. എത്രയോ 1.5 മണിക്കൂറോളം യാത്ര, ഒരു 50 കിലോമീറ്ററൊക്കെ ഉണ്ടെന്നാണ് പറയണത്.
അപ്പോൾ എന്താ പറയുക, മുകളിൽ നിന്നൊക്കെ താഴത്തോട്ട് നോക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ കോടമഞ്ഞൊക്കെ മൂടി, അപ്പോഴൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇല്ല, നീ വേഗം വിളിക്ക്. വിളിച്ചിട്ടില്ല. ഒരുങ്ങന്മാരൊക്കെ തട്ടിപ്പറിച്ചോണ്ടോ മീനോ ഒഴിവാക്കിക്കളാം. ഒന്ന് പറയട്ടോ, കാരണം എന്താ ഇല്ലെങ്കിൽ വേറെ ഡ്രൈവറെ നോക്കണം. ഉച്ച കഴിഞ്ഞിട്ട് മൈദ എടുക്കണ്ടാണ്. ഇവിടെ തിരുവനന്തപുരത്തേക്ക് കയ്യിൽ നിന്ന് വീഴ്ത്തണ്ട, പുറത്തേക്ക് ഇടണ്ട. വല്ലാണ്ട് കയ്യിൽ നിന്ന് വീണ ചക്രം തട്ടിട്ട് ഞാനേ വളരെ സ്ലോവിലെ കയറ്റി കൊണ്ടുപോകണുള്ളൂ. കാരണം കുട്ടികള് ഛർദിക്കും എന്നുള്ള ഒരൊറ്റ കാരണമുണ്ട്. ഉണ്ടാവും. ഇവരെന്താ ഹോൺ അടിക്കാത്ത ഈ ബെൻഡിലൊന്നും? ഇവര് ഹോൺ അടിക്കണില്ല, നമ്മളടിക്കണ്ട്. അടിച്ചപ്പോത്തിനൊക്കെ വളവ് കഴിഞ്ഞിരിക്കണം. ഏതോ വണ്ടി താഴെ പോയതാ. പണിയാ ഇതിപ്പോ മൂന്നാമത്തെ ബെൻഡായോ? എയർപിൻ എത്തിയിട്ടില്ലല്ലോ. എയർപിൻ 2 ആയിട്ട്. എയർപിൻ പറഞ്ഞ റാം ആയിട്ട് ബെൻഡാണ്. ഇത് വളവുകളാണ് അല്ലേ? ഇതിപ്പോ എന്താണ് അട്ടപ്പാടി ഇതും തമ്മിൽ എന്താ മാറ്റം? നമുക്ക് അട്ടപ്പാടി പോയാൽ മതിയായിരുന്നു. അട്ടപ്പാടിയിൽ ഇതേമായിട്ട് വളവുകൾ തന്നെ. പക്ഷെ മിസിനാക്ക് ലോറിയിലിരുന്ന ഒരു അങ്ങനെ 2 ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞ സമയത്തേക്കും മോളുടെ പഴയ സ്വഭാവം, അതായത് ഈ വയറുവേദന, അവൾക്ക് വിശന്നിട്ടാണ് തോന്നുന്നുണ്ട്. ചായ മാത്രമേ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്നാക്സൊക്കെ വണ്ടിയിൽ നിന്ന് കഴിച്ചെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാത്തത് കാരണം അവൾക്ക് എന്തോ വിശന്നിട്ടാണ് തോന്നുന്നുണ്ട് അവൾ വയറുവേദന എന്നിങ്ങനെ പറയണത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ 2ാമത്തെ ചുരം കയറിയതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. മോൾക്കും കൊടുത്ത്. ഭയങ്കര പേടിയായിരുന്നിട്ടുണ്ട് ഇവിടെ. കാരണം മൃഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. കാരണം മൃഗങ്ങളിൽ വന്നു പോയ ഒരു പരിസരം പോലെ ഫീൽ ചെയ്തു. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇന്ന വണ്ടിയിൽ തന്നെയാണ്. അത്രയും പേടിച്ചിട്ടാണ് അവിടെ നിന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവരുടെ ഭക്ഷണവും കഴിച്ച് കഴിയണതിന് മുന്നേ ഞങ്ങൾ അവിടുന്ന് പോകുകയും ചെയ്തു. വീട്ടിൽ നിന്ന് കൈ പിടിച്ച ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയൊക്കെ കാറിലിരുന്നിട്ട് തന്നെ കഴിക്കണത്. ഞങ്ങൾക്ക് പേടിയായി, ഞങ്ങൾ പോയി. മോളും ഒക്കെ കാറിലിരുന്നിട്ട് തന്നെ കഴിക്കണം കേട്ടോ. ഞാൻ പിന്നെ വയറ് വേദനിച്ച മോൾക്ക് കൊടുക്കുന്ന സമയം ഞാനും ഒന്നങ്ങ് കഴിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. പക്ഷെ വീഡിയോ എടുത്തതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. അതാണ് ഇവരിങ്ങനെ പൂന്ന് കേറുന്നില്ലേ? അങ്ങനെ കേറി ഇപ്പൊ കുട്ടികളൊക്കെ കഴിച്ചതൊക്കെ പുടപുടപുടപുടോന്നിടത്തുള്ളൂ. എന്നാലും പറയേ ഈപ്പൊട്ടിക്കാണെങ്കിൽ പറഞ്ഞാൽ മതി. കീപ്പിട്ടിക്ക് വേണ്ടി ഗ്ലാസ് ഒക്കെ ഒന്ന് തുറന്നിട്ടുള്ളൂ. ഓൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. മലയാളം നോക്കുമ്പോ ഞാൻ എടുക്കണ്ടത് അതിലെല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിയാ പോരൊക്കെ അടിപൊളിയല്ലേ? ആ വെള്ളം പോകാനായിട്ട് ആ പാറന്റെ അവിടെ ഇട നോക്കാണ് തോട് പോലെ അല്ലേ? പ്രകൃതി അവിടെ സൃഷ്ടിച്ച പോലെ നോക്കാണെങ്കിൽ അത് വെള്ളം പോയി തോടായിരുന്നു. പ്ലാസ്റ്റിക് അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ പോണി അത് ഞാൻ അങ്ങനെ കറങ്ങി പോണട്ടോ മോളിക്ക്. നമ്മള് അവിടെ കൂടെ പോണം. നമ്മള് ഓട്ടോറിക്ഷമാതിരി തോന്നി. അതെന്താണെന്ന് പോണുണ്ടെങ്കിലും നമ്മൾ ചേർത്തമ്മക്കൂടി പോണൊരു ഈ മലിൻ താഴ്ഭാഗമൊക്കെ നോക്കുമ്പോൾ അതിന് കുട്ടികളുടെ മാത്രമേ നോക്കണുള്ളേ. തിരിഞ്ഞു വരുമ്പോ ആ സൈഡ് കിട്ടും. അതല്ലേ ഇമ്മ കുട്ടികളുടെ മാത്രം നോക്കാൻ വന്നിക്കുമ്പോ സ്ഥലം കാണാൻ വന്നിട്ടില്ല. ഇമ്മ ഞാൻ കുട്ടികളെ
ആനയുടെ കൊല കാണുമ്പോ നമുക്ക് പ്രകൃതിയാണ് ചിലപ്പോ സനിമ അവൻ കുപ്പിവെള്ളം കൊടുക്കേ. കുപ്പിവെള്ളം ഇത് കഴിയാനായിക്കണം. അത് കൊടുക്ക കുടിക്കാനാണ്. ഇത് പെന്റ് 3 നിങ്ങള് ഇല്ല അല്ലേ? വളവാണല്ലേ? കീപ്പട്ടക്ക് ഇപ്പൊ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഓൾക്ക് ഇപ്പൊ മേപ്പിട്ടിക്കുള്ള അസ്വസ്ഥയൊക്കെ പോവും. അതാണ് കീപ്പട്ടക്ക് ആ ഫ്രീസറിൽ വെച്ച മാതിരി ആവും കുറച്ചു നേരം കഴിഞ്ഞാൽ. അപ്പൊ ഓൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല. ഈ ഭക്ഷണം ചെന്നില്ലേ 3 ഇട്ട് കഴിച്ചോളേ. എന്തൊക്കെ ഈ ചോരത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ കുരങ്ങന്മാര് കൂടുതല്? കാടാണ്. കാടാണ്. വാവ്. മാവേ ഉള്ള കുരങ്ങന്മാർക്ക് ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെന്താ ഞാൻ വാരിത്തരേനി ഇമ്മ അങ്ങനെ തൊള്ളാട്ടിയാ മതി. ഒക്കെ ഓനെ അങ്ങനെ ഒറ്റക്കുന്നല്ലേ. മാവ് ഇന്നലക്കത്തെ മിഞ്ഞാ നാട്ടിയ മാവാണ് രാത്രി. കാണുമ്പോ ലുക്കില്ലെങ്കിലും കുഴപ്പമില്ല. അതല്ല ലുക്കിന്റെ അല്ല, സോഫ്റ്റ്നെസ് കുറച്ച് കുറവുള്ളതേ. കൊറേ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച മാവായിട്ടാണ് പറയാ. എത്തിയിട്ടൊന്നുമില്ല. അതിപ്പോ നല്ലോണം ഇനി പഴിച്ചിട്ട് എത്താനും മണിക്കൂറുകളെ യാത്ര ഉണ്ട്. പറ്റലില്ല. ഇനിയിപ്പോ മണിക്കൂറുകള് ഈ മല മൊത്തം കേറാനും മണിക്കൂറുകള് മല കയറി തന്നെ വേണം. അതെന്താടാ? ആടിനെ പോകുമ്പോ ഒന്നിന് വാങ്ങാതെ. എന്ത് അമീന ഇതാണ് കേട്ടോ പൈൻ മരം. എന്ത് മരം? നിങ്ങളെന്തോ പറഞ്ഞല്ലോ. അതാ അവിടെ എന്തോ ഒരു മൃഗം. കുതിര. കുതിര മാന. അതാ നീയേ മുണ്ടാതെ ഞങ്ങളൊപ്പം വരിക, മുണ്ടാതെ ആസ്വദിക്കാം. കാരണം നിനക്കൊന്നുമില്ല. ഞങ്ങള് അവള് പറഞ്ഞതേ ഉള്ളൂ. മാറ്റണ്ട. ഓർ നീ വെറുതെ എന്തായാലും വെറുതെ വലിച്ചേരി വന്നല്ലേ വരഞ്ഞാർന്നേ. ആരാ പറഞ്ഞേ? അനക്കത് ഓർമ്മ കൂട്ടിയിട്ട് ഇതിനെ കയ്യിൽ നിന്ന് വിട്ടിട്ട് ചെങ്ങായി കഴിയുമ്പോ മൂട്ട പിടിച്ചിരിക്കാരൻ പിന്നാലെ ബൈക്ക് എടുത്തിട്ട് ഈ ഓർമ്മ ഉണ്ടത്? ഉണ്ടാവൂല. അതാ എന്റെ കുട്ടികളെ കൊണ്ട് കുതിര പോണ് പറയും. പിടിക്കാരാ സൂപ്പർമാനാണല്ലോ. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളുടെ മീനോ എന്റെ അമ്മാന്റെ മേത്ത് വരും. മീനോ ഒരു കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് വലുതായിട്ട് പുറത്ത് ചെയ്യും. ഞാൻ വലുതല്ലേ എന്നിട്ട് ഇപ്പാക്ക് നല്ല വീടിന്റെ പൈസ. ഇത് കണ്ടോ, ഇവിടേക്ക് എത്തിയ സമയത്തേക്കും ഭയങ്കരമായിട്ട് എന്താണ് കോടമഞ്ഞ് മൂടിയിട്ടോ. മരങ്ങളൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക, വെള്ള കളറിലാണ് കാണുന്നത്. ഒന്നും എന്താണ് ഇലകളൊന്നും കാണുന്നേ ഇല്ല. പച്ച കളറൊന്നും കാണുന്നില്ല. ഒക്കെ ഒരു സൈസ് ഗ്രേ കളറ് പോലെയാണ് കാണുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലല്ല, നേരെ ഫ്രണ്ടിലല്ല മഞ്ഞ് മൂടി കിടക്കണത്, താഴത്തും ഇങ്ങനെ ഈ മുകളിലും. നേരെ ഞങ്ങളെ ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ടാകുന്ന കോലത്തിൽ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. മുന്നിട്ട് നോക്ക്, കാണുന്നുണ്ടാവും മരങ്ങള്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മരങ്ങളുടെ കൂടെ ഇങ്ങനെ ഈ വെള്ള പുക പോലെ ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളി മരങ്ങളും കൂട്ടത്തിൽ ആ ഒരു വെള്ള പുകയും
ആ ഒരു കോടമഞ്ഞും എന്ത് രസമായിരുന്നു എന്നറിയാം കാണാനായിട്ട്. എന്താണ് ഭയങ്കര ഒരു ഫീലായിരുന്നു. ഹെഡ് ലൈറ്റ് ഇട്ടാല് ആ ലൈറ്റ് മഞ്ഞും അടിച്ചിട്ട് നമ്മളെ കണ്ണിക്കുന്നുണ്ട്. ആ ബാക്കിലുണ്ടോ ആൾക്കാർ ഓണായിരിക്കുന്നത് തല ഉള്ളിക്കിടാൻ പറഞ്ഞിട്ട് ഉള്ളിക്കിടറി ഇങ്ങനെ കണ്ടാ മതി. സീനു മഞ്ഞല്ലേ? സീനു അല്ല മീനു. അത് വണ്ടി അത് അപ്പുറത്തുകൂടി ഇപ്പുറത്തുകൂടി പോകുമ്പോഴല്ലേ ഞാൻ ഊട്ടി പോയപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ കൈ വെച്ചുകൊണ്ട് പോകും. എന്താ ഈ വണ്ടി ഇങ്ങനെ ഉറുമ്പരിക്കണ പോലെ? സ്പീഡ് പോയാൽ കോടമഞ്ഞ് കഴിയൂലേ? ഞാൻ ഒരു 10 മിനിറ്റ് വീഡിയോ എടുക്കട്ടെ. കോടമഞ്ഞ് ഇറങ്ങാണ്ട് സെപ്പറേറ്റ് മഞ്ഞ് മേലക്ക് വേണം, അല്ല താത്തക്കല്ല. മേലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ മേലക്ക് എത്തിയാ ഒന്നുകൂടി ആവൂലേ? അല്ലാ ചക്കക്കാണ്. ഇത് കണ്ടോ, ഒരു ബെൻഡ് തിരിയുമ്പം എനിക്ക് ഇങ്ങനെ ഈ മരങ്ങളുടെ സൈഡും, ഒരു ബെൻഡ് തിരിയുമ്പോൾ എനിക്കിങ്ങനെ ഈ എന്താണ് താഴെ ഭാഗമാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ പറ്റുന്നില്ല, കാരണം സെൽഫി സ്റ്റിക്ക് പുറത്തോട്ട് ഇട്ടിട്ടാണ് നാം വീഡിയോ എടുക്കണത്. അപ്പോൾ ഇങ്ങനെ ഈ താഴ്ഭാഗം കാണിച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ല. അവിടേക്ക് ഇങ്ങനെ എന്താണ് കോടമഞ്ഞ് ഇങ്ങനെ കെട്ടി കിടക്കണ്, മറ്റേ മേഘം പോലെ ഇങ്ങനെ എന്തെന്നാ പറയുക, ആകാശം പോലെയാണ് കിടക്കണത്. താഴത്തെ ആകാശം പോലെ ഇങ്ങനെ കിടക്കണം, അത്ര മൂടിയിട്ടുണ്ട്, ഒന്നും കാണാൻ പറ്റാത്ത കോലത്തിലും മൂടിയിട്ടുണ്ട് കേട്ടോ. ഉമ്മമാക്ക് കൊടുക്കടി, ഇത് തന്നാ മതി. അതെന്താ നിങ്ങൾ എൻ്റെ അമ്മക്ക് വാങ്ങിയില്ല? അഞ്ചെണ്ണം ഉണ്ടായില് ഇരിക്കുന്നോണ്ടിട്ടത് തരില്ല, അത് പണിയോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം മുകളിലോട്ടെത്തിയപ്പോൾ അവിടെ കുറേ കടകളും വീടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഫുള്ളായിട്ട് എത്തിയിട്ടില്ല. അങ്ങനെ പിന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും മലയും കാടും ഒക്കെ കയറി ഇറങ്ങിയിട്ടും ഞങ്ങളാകെ കണ്ടത് ഈ കുതിരനെയും കുരങ്ങനെയും മാത്രമാണ് കേട്ടോ. വേറെ ഒരു മൃഗങ്ങളെയും കണ്ടതൊന്നുമില്ല. അപ്പം കാണാത്തതിൽ സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട്, എന്നാൽ സന്തോഷമാണോ ചോദിച്ചാൽ സന്തോഷമാണ്. കാരണം കണ്ടാൽ പേടിക്കും, പക്ഷെ കാണുമ്പോൾ അതൊരു കൗതുകം, അത്രേ ഉള്ളൂ. നേരിട്ട് ഇതുവരെ അങ്ങനെ ഒരു മൃഗത്തിനെയും കാണാത്തത് കൊണ്ടുള്ളൊരു സങ്കടമാണ്. മൃഗശാലയിലൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ലേക്കിലോട്ടാണ്. അപ്പോൾ ഈ ഇങ്ങനെ ചുരം കയറി പോകുമ്പോൾ പലതും കാണുന്നുണ്ട്, പക്ഷെ എവിടെയും നിർത്തണില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തിയതാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് പാർട്ട് 2 ആയിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് ബായ്. പിന്നെ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബായ്.